എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ETF കുറിച്ചാണ് പറയാൻ പോകുന്നത്. ETF ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം നിലവിൽ നല്ല വിലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏതാനും ETFസും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ETF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പേര് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും, കുറേ പേര് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും, കുറച്ച് പേര് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും, കുറച്ച് പേര് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കിട്ടും. അപ്പം ETF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ കമ്പനിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ആ ഒരു കമ്പനിയുടെ പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, അതല്ലാതെ താഴോട്ട് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ഡിവിഡൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറേ ബാസ്ക്കറ്റുകൾ, കുറേ സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റ്, ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അത് നമ്മൾ SIP ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എമൗണ്ട് ഇട്ട് മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം അത് ഒരു ബാസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ലോങ് ടൈമിൽ അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടും. അതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുന്ന സമയത്ത്, നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അപ്പം നമ്മൾ ക്യാഷ് ഫണ്ട് മാനേജറിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഫണ്ട് മാനേജറാണ് മ്യൂച്വൽ ഫണ്ട് ബാസ്ക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഫണ്ട് മാനേജർ മേടിക്കും. അതിനാണ് എക്സ്പെൻസ് റേഷ്യോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബ്രോക്കറേജ് എന്നൊക്കെ പറയാം. നമുക്ക് ഈ ഒരു ഫണ്ട് മാനേജർ നമ്മുടെ കയ്യിൽ, യൂസറിൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷനൊക്കെ വാങ്ങും. ഓക്കെ, അപ്പോൾ ലോങ് ടൈമിൽ അത് നമുക്ക് ഗ്രോത്ത് തന്നെ കിട്ടും. അപ്പം അതുപോലെ തന്നെ ETF സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് പല പേരിൽ പല ബാസ്ക്കറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ETF എന്ന പേരിൽ നമുക്ക് ബാസ്ക്കറ്റുകൾ കിട്ടും. അപ്പം ഇത് നമുക്ക് യൂസർ എന്ന നിലയിൽ നമുക്ക് ഫണ്ട് മാനേജർ ഇല്ലാതെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അത് ETF സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യമാണ്, ETF അകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ ദിവസവും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് പോലെ തന്നെ ട്രേഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ETF നല്ലൊരു കാര്യമാണ്. ഇനി നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ETF ഒരു സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ETF നമുക്ക് ഇത്രയും കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റ് ആണെന്ന് തന്നെ പറഞ്ഞു. അപ്പം ഇതിൻ്റെ പ്രൈസ് ചിലപ്പോൾ മുകളിലേക്ക് പോയി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ലോങ് ടൈമിൽ ഇത് മുകളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കാരണം ഇത് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് അല്ല, കുറേ സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് പർച്ചേസ് ചെയ്ത് ഇങ്ങനെ ആവറേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവറേജിങ് എന്ന കൺസെപ്റ്റിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അത് ലോങ് ടൈമിൽ മുകളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഓക്കെ, അതേസമയത്ത് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് മുകളിലേക്കും താഴോട്ടും പോകുന്ന സമയത്ത് ഒരുപക്ഷേ താഴോട്ട് പോയ സ്റ്റോക്ക് ഒരുപക്ഷേ അത് റിക്കവർ ചെയ്ത് മുകളിലേക്ക് പോകണമെന്ന് ഇല്ല. അത് നമ്മൾ ആവറേജ് ചെയ്ത് ചിലപ്പോൾ അത് 0 ആയി പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ റിസ്ക് വളരെ കുറവാണ് ETF അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ETF കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ബാസ്ക്കറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു ബാസ്ക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത് കൃത്യമായ ഒരു ഡ്യൂറേഷനിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മാസത്തിലും പല വിലകൾക്കാണ് നമ്മൾ എൻട്രി എടുത്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ആവറേജാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അതേസമയത്ത് നമുക്ക് ETF ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഐഡിയാപരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏത് ETF ആണ് നമുക്ക് മാർക്കറ്റിൽ വില കുറഞ്ഞ് കിട്ടുന്നത്? ആ നല്ല വോളിയുള്ള ETF, ആൾക്കാർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങുന്ന ETF, അങ്ങനെയുള്ള ETFs നമുക്ക് മാർക്കറ്റിൽ പോയി കണ്ടെത്തി ആ ഒരു ETF നമുക്ക് ഓരോ മാസവും എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പേഴ്സണലി ചെയ്യുന്ന മെത്തേഡ് അതാണ്. മാർക്കറ്റിൽ ഒരുപാട് ETFs ഉണ്ട്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ പോകാത്തത് കമ്മീഷൻ പ്ലസ് നമുക്ക് ഇതിൻ്റെ അത് ETF ആണെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എൻട്രി എടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സിറ്റ് ആണെങ്കിൽ എക്സിറ്റ് ആവും, പുതിയ ETF സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആവറേജ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏത് പ്രൈസിൽ എൻട്രി എടുക്കണമെങ്കിലും ഏത് പ്രൈസിലാണെങ്കിലും നമുക്ക് മാർക്കറ്റ് ടൈമിൽ എൻട്രി എടുക്കാനും സാധിക്കുന്നതായിരിക്കും. ETF നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്റ്റോക്കിനെയും മ്യൂച്വൽ ഫണ്ടിനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ ഒന്നാമതായിട്ട് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ETF എന്ന് പറഞ്ഞാൽ CPSE ETF ആണ്. ഇപ്പോൾ ഇത് നല്ലൊരു ETF ആണ്. നമുക്ക് ഈ ഒരു ETF കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഇയർ റിട്ടേൺ നമുക്ക് 65% റിട്ടേൺ, ആനുവലൈസ്ഡ് 65% റിട്ടേൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് 69% റിട്ടേൺ ആനുവലൈസ്ഡ് തന്നിട്ടുണ്ട്. 1 ഇയർ നോക്കുകയാണെങ്കിൽ 47% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1 ഇയർ നോക്കുകയാണെങ്കിൽ നമുക്ക് 38 എന്ന പ്രൈസിൽ നിന്ന് മാർച്ച് 2023 തുടങ്ങി മാർച്ച് 2024 ആയപ്പോൾ ഇത് 85 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ 85 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഒരു കറക്ഷനിലാണ് കിട്ടുന്നത് 75 എന്ന പ്രൈസിൽ. അപ്പോൾ ഈ ഒരു ETF നമുക്ക് കാണാൻ സാധിക്കും ലോങ് ടൈമിൽ ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് കുറച്ച് വിലക്കുറവിലാണ് കിട്ടുന്നത്. ഓക്കെ, അത് എത്ര വിലക്കുറവിലാണ് കിട്ടുന്നത്? ഏകദേശം നമുക്കിപ്പോൾ 1 മന്തിൻ്റെ കറക്ഷൻ നോക്കുകയാണെങ്കിലും
ഏകദേശം 8-9% നമുക്കൊരു കറക്ഷനിലാണ് കിട്ടുന്നത്. ഈ ഒരു കറക്ഷനിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ എൻട്രി എടുക്കാൻ സാധിക്കും. ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുത്തതിന് ശേഷം ഇപ്പോൾ 75 റീജിയനിൽ നമ്മൾ എൻട്രി എടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഈ ഒരു 10% കിട്ടി കഴിയുമ്പോൾ എക്സിറ്റ് ആവും, അതൊരു സ്വിംഗ് ട്രേഡിംഗ് എന്ന മെത്തേഡിൽ ഒരു ഷോർട്ട് ടൈം എൻട്രി എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് താഴോട്ട് വരുന്നതനുസരിച്ച് നമുക്ക് പതിയെ എൻട്രീസ് എടുക്കാം. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം വീണ്ടും ഇതേ പ്രൈസ് പോയിന്റിൽ എക്സാക്റ്റ് ആയിട്ട് 75 എടുത്തിട്ട് 74 പിന്നെ ആവറേജ് ചെയ്യത്തില്ല. പിന്നെ കുറച്ചും കൂടെ താഴോട്ട് പോരുവാണെങ്കിൽ 4-5% താഴോട്ട് പോരുവാണെങ്കിൽ പതുക്കെ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് ഈ ഒരു സിംഗിൾ ETF ഇടത്തില്ല. ഇനി ETF കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അത് 11 സ്റ്റോക്സ് ആണ് ഈ ഒരു ETF ഉള്ളത്. നമ്മൾ ബാസ്ക്കറ്റാന്ന് പറഞ്ഞ ETF, ഇതിൻ്റെ അത് 11 ETF ആണുള്ളത്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഒക്കെ വളരെ കുറവാണ് മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് ഈ CPSEയിൽ ഈ 11 സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനേക്കാളൊക്കെ ഒത്തിരി, അതായത് ഒരു 0.5 അല്ലെങ്കിൽ 1% എക്സ്പെൻസ് റേഷ്യോ ഒക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ETF നമുക്ക് 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും, അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാസ്ക്കറ്റിൽ എൻട്രി എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് പവർ ഗ്രിഡ്, ONGC, NTPC, കോയിൽ ഇന്ത്യ, ബേൽ, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ് കുറേ കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. SG1. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെയിറ്റേജ് എത്രയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പവർ ഗ്രിഡിൽ 20%, ONGCയിൽ 18%, NTPCയിൽ, അതായത് നമ്മളൊരു 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 75 രൂപയുടെ ഏകദേശം 14 രൂപ പവർ ഗ്രിഡിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് 4% എത്രയാണ്, ഏകദേശം ഒരു 3 രൂപ NHPCയിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നമ്മൾ സേഫാണ്. ഇത്രയും വലിയ ഒരു പവർ സെക്ടറിലേക്ക്, ഒരു ബാസ്ക്കറ്റിലേക്കാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പവർ ഗ്രിഡ് എന്ന കമ്പനി പെർഫോം ചെയ്യുന്നില്ല, അത് മോശമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് ബാക്ക് എൻഡിൽ തന്നെ ആ ഒരു ETF കമ്പനി അത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പവർ ഗ്രിഡിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കും, അല്ലെങ്കിൽ ഈ ഒരു പവർ ഗ്രിഡിനെ ഇതിൻ്റെ അന്ന് ഇല്ലാതാക്കുന്നതായിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. പിന്നെ ഏറ്റവും ബിഗിനർ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഒത്തിരി ക്യാഷ് ഒന്നും ഉണ്ടായില്ല, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു 75 രൂപയ്ക്ക് ടോട്ടലായിട്ട് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് കിട്ടുവാണ്. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഏറ്റവും നല്ല കാര്യങ്ങളാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഏഞ്ചൽ വണ്ണിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. നല്ലൊരു ബ്രോക്കറാണ്. ഒരുപാട് ഫെസിലിറ്റീസ്, 0 ബ്രോക്കറേജ് കാര്യങ്ങളൊക്കെ, ഡെലിവറി എടുക്കുമ്പോൾ സ്റ്റോക്കിലാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെയാണ് 0 ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഒരു ETF കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു ETF നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ നല്ല ക്വാളിറ്റി ഉള്ള മറ്റൊരു ETF ആണ്, മറ്റൊരു ETF, വില കുറവിൽ കിട്ടുന്ന ETF ആണ് HDFC സ്മോൾ 250. അപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി കൃത്യമായിട്ട് എൻട്രി എടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ സ്മോൾ 250 എന്ന് പറഞ്ഞ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള 250 നല്ല കമ്പനികളിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, 250, ഇവിടെ നമുക്ക് 250 സ്റ്റോക്സ് നമ്മുടെ ബാസ്ക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ 250 സ്റ്റോക്സിൽ നമുക്ക് വെറും 137 രൂപയാണ് ലാസ്റ്റ് കറൻറ്റ്ലി ട്രേഡിംഗ് പ്രൈസ്. അപ്പോൾ 137 250 കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതുമല്ല, ആ ഒരു കമ്പനികളിൽ അതൊരു ഇൻഡെക്സ് പോലെ വർക്ക് ചെയ്യും. ആ ഒരു ഇൻഡെക്സ് 250 കമ്പനികളുടെ ആ ഒരു സ്മോൾ ക്യാപ് ഇൻഡെക്സ്, ആ ഒരു ഇൻഡെക്സിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും കമ്പനികൾ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, ആ ഒരു കമ്പനിയിൽ ഡീലിസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ആ 251 കിടക്കുന്ന കമ്പനി 250 ലിസ്റ്റിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടും നമ്മളൊരു സേഫായി മാറുകയാണ്. അതുപോലെ തന്നെ 94% ബൈയിങ് ആക്ടിവിറ്റിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതും. നമുക്ക് 1 ഇയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് റിട്ടേൺ ഇവിടെ 35%. 3 ഇയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ റിട്ടേൺ, ഓക്കെ, അപ്പോൾ അത് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആവുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് 1 മന്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 10% കറക്ഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കറക്ഷനിൽ നമുക്ക് ഇത് എൻട്രി എടുക്കാം. അപ്പം നിഫ്റ്റി പെർഫോം ചെയ്യുന്നതനുസരിച്ച് ഇതും വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു റീജിയനിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ ഈ ഒരു HDFC സ്മോൾ 250 ഇവിടെ നിന്നൊരു റിക്കവറി കിട്ടണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപക്ഷേ ഇതിലും താഴോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വീണ്ടും ഇത് കറക്ഷനിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും നമുക്ക് പതുക്കെ ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും ഇത് ലോങ് ടൈമിൽ ഇത് മുകളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിനി താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെയും എക്സ്പെൻസ് റേഷ്യോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇതിൻ്റെ സ്റ്റോക്ക് വെയിറ്റേജ് കാണാൻ പറ്റും. സുസലോൺ എന്ന കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വെയിറ്റേജ് കിടക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി BSE, MCX, KE, CN, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കമ്പനികൾ, അതായത് 250 കമ്പനികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. IDFC, NCC, ഓരോ കമ്പനികളും, ഓരോ ചെറിയ കമ്പനികളും ഇതിൻ്റെ അകത്ത് വെയിറ്റേജ് ഉണ്ട്. ഓരോ ചെറിയ പെർസെൻറ്റേജിലാണ്. ഇവിടെ 5 സ്റ്റാർ എന്ന കമ്പനി 0.4% ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 0.44% ആ ഒരു കമ്പനിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വളരെ ഒരു നല്ല കാര്യമാണ് ETF ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു 2 ETFs ആണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പതിയെ ഓരോ മാസത്തിലും കുറച്ച് എമൗണ്ട് മാറ്റി വെച്ച് സാലറിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും.
ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ ETFs നമ്മുടെ കയ്യിലുണ്ടാകും. നല്ലൊരു ആവറേജ് പ്രൈസിൽ നമ്മുടെ കയ്യിലുണ്ടാകും. ലോങ് ടൈമിൽ അത് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് സാധാരണ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും നല്ലൊരു റിട്ടേണും കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതലായിട്ട് ETFs നിങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ലെങ്തൊക്കെ ആയി പോകുന്നുണ്ട്, കാരണം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ താങ്ക് യു. ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ സെറോദയുടെ അപ്സ്റ്റോക്സിൻ്റെ ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. യൂസ് ചെയ്യുന്നതനുസരിച്ച് നല്ല ബ്രോക്കറേജ് ഡിസ്കൗണ്ട് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.